1:40 ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാണ്. അപ്പൊ ഞങ്ങൾക്ക് രാത്രി സ്റ്റോറി പറഞ്ഞിരിക്കാൻ ഒരു ഭയങ്കര വയ്യ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചതൊരു ചാലഞ്ച് ആക്കി മാറ്റാന്ന്. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറെ ട്വിസ്റ്റും ടേണും ഒക്കെ നമ്മളെ തലയിൽ കൂടെ വന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കത് ചാലഞ്ച് ആക്കി കൂടാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആ ചാലഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഈ രാത്രി എന്താ പറയാ ആനന്ദകരമാക്കി കൂടാ. സല്ലുവിന് ഉറക്കങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. അതെ, ഓന് പക്ഷെ ഈ ഗെയിം കളിക്കുന്നത് ഭയങ്കര ആഗ്രഹം. ആഗ്രഹിച്ച് നേരം വൈകി കിടന്നുറങ്ങിപ്പോയി കിടന്നുറങ്ങിയപ്പോ വിളിച്ചെണീപ്പിച്ചിരുത്തിയതാണ്. അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങൾ ഗെയിം കളിച്ചിട്ടേ അടങ്ങും. അതെ, ഇന്നത്തെ അപ്പൊ നമ്മുടെ സ്റ്റോറി ടൈമിൽ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാല് ഇതൊക്കെയാണ് ട്വിസ്റ്റും ടേൺസും. ഇതിന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഈ കാർഡ്സ് ഒക്കെ എടുക്കൂലേ, ആ കാർഡ്സ് പോലെ ഇങ്ങനെ ഓരോരോ എന്താണ് പേപ്പേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. കുറേ പേപ്പേഴ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ കൂട്ടത്തിൽ ഒരാള് ഒരു സ്റ്റോറി തുടങ്ങും. ഇപ്പൊ എക്സാമ്പിൾ, ഞാന് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ആ കുറുക്കൻ നേരെ ഒരു മാളത്തിൽ കയറി. ബാക്കി ഷാമി പറ. ആ മാളത്തിൽ കയറിയപ്പോ കണ്ടത് അവിടെ ഒരു മുയലായിരുന്നു. ആ മുയലിനെ കണ്ട ശേഷം ഒരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയ ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം മുതലേ ആയിട്ട് മുയലിന് ഭയങ്കര പ്രേമായിരുന്നു. ഒരാൾ തുടങ്ങുന്ന കഥ പിന്നെ ഡെവലപ്പായി പിന്നെ വേറെ എന്തൊക്കെയോ ആയി മാറും. അങ്ങനത്തെ ഒരു ഫൺ ചാലഞ്ച് ആണ്. അപ്പൊ അതിനിടയ്ക്ക് സ്റ്റക്ക് ആയി പോവുക അല്ലെങ്കിൽ പറഞ്ഞത് റിപ്പീറ്റഡ് ആയി പോവുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പണിഷ്മെന്റ് ഉണ്ട് ഗൈസ്. അതെ, അങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയാണ് നമ്മുടെ പണിഷ്മെന്റ് പോകുന്നത്. പക്ഷെ ഇത് നമ്മൾ പ്ലെയിൻ ആയിട്ട് അങ്ങനെ നോർമൽ ചാലഞ്ച് ആയിട്ട് ചെയ്യാനല്ല പോകുന്നത്. ഈ കാർഡ്സിലെ ഓരോരോ കാർഡ്സ് ഓരോ റൗണ്ട് ഇടവിട്ട് നമ്മൾ എടുക്കണം. ഇതൊന്നും നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇപ്പൊ എക്സാമ്പിൾ ഇതൊന്നും നമുക്ക് എക്സാമ്പിൾ ചിലപ്പോ ഒരു ചീവീട് എന്നുള്ള ഒരു വാക്കായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിൽ ഒരു ബന്ധമില്ലാത്ത സാധനമായിരിക്കും ചീവീട്. പക്ഷെ ആ കഥയിൽ നമ്മൾ ചീവീട് എന്നുള്ള കഥാപാത്രത്തെ ആഡ് ചെയ്തിട്ട് വേണം ബാക്കി കഥ പറയാൻ. ചിലപ്പോ നിന്ന് വേറൊരു പീസ് പേപ്പർ കാണുന്നുണ്ട്. ചിലപ്പോ നിന്ന് വേറൊരു പീസ് പേപ്പർ എടുക്കുമ്പോ കിട്ടുന്നത് ഒരു ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എന്ന് വെച്ചാല് ചിലപ്പോ ആ ഒരു ഒരാൾ ചാടിപ്പോയി അല്ല ആ ഒരു മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി ഒരു സങ്കടകരമായിട്ടുള്ള രീതിയിൽ ടേൺ ചെയ്യാനൊക്കെ പറയും. സാഡ് സ്റ്റോറി ആക്കി മാറ്റാൻ പറയും. സല്ലിന് ഉറക്കം വന്നിട്ട് വരിക. അപ്പൊ നമ്മള് ആ ഒരു മൊത്തത്തിലുള്ള സ്റ്റോറിന്റെ ഒരു അറ്റ്മോസ്ഫിയർ സാഡ് ആക്കി മാറ്റണം. അതെ, ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഗൈസ് നമ്മളെ സ്റ്റോറി ടെല്ലിംഗ് ചാലഞ്ച് വരുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ആരെ കഥ പറഞ്ഞാൽ സല്ലിനെ തുടങ്ങി. കഥ നല്ല ശ്രീ പറഞ്ഞ്, ഷാമി പറഞ്ഞ്, സല്ലു പറഞ്ഞ് ഞാൻ. ഞങ്ങള് കഥ പറയാ നട്ടപ്പാതിരിക്കും. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഒരു വലിയ കാട്. ആ കാട്ടില് ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ആ കുറുക്കന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു കുറുക്കനായിരുന്നു അത്. അടുത്തത് ആ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറുക്കൻ എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ പക്ഷികളെയും കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓടി വലിയൊരു മൗണ്ടൈനിന്റെ മുകളിലെത്തി. ഈ കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറുക്കനാണല്ലോ. കുറുക്കന് അവിടെ താഴോട്ടെടുത്ത് ചാടാൻ ഒരു ആഗ്രഹം തോന്നും. അങ്ങനെ കുറുക്കൻ അത് ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ കുറുക്കൻ എടുത്ത് താഴോട്ടേക്ക് ചാടുന്നത് നേരെ വെള്ളത്തിലേക്കാണ് ചാടുന്നത്. ബ്ലും ബ്ലും change the main character into a chicken. അപ്പൊ കുറുക്കൻ കോഴിയായി മാറിയിരിക്കുന്നു. കോഴിക്ക് വെള്ളത്തിൽ വീണ ഒരു ഒന്നും പറ്റൂല ഗൈസ്. ബ്ലൂം എന്ന് പറഞ്ഞിട്ട് ആ കോഴി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുമ്പോ ഈ കോഴി ഒരു താറാവിനെ മീറ്റ് ചെയ്തപ്പോ താറാവ് പറഞ്ഞു, നീ വന്ന് പെട്ടത് ഈ വെള്ളത്തിലായി പോയാലോ, ഇവിടെ ഒരു ഭീകരനായ മുതലുണ്ട്. ആ മുതലേനെ പേടിച്ചിട്ട് ഞാൻ തന്നെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് നിന്നെ ഇവിടെ കണ്ടുപെട്ടത്. ഇപ്പൊറക്കൊക്കെ പോയിട്ടോ. ഏതായാലും ബ്രേക്ക് ആയ സ്ഥിതിക്ക് നമുക്കൊരു ട്വിസ്റ്റ് നോക്കെടുക്കാൻ പറ്റില്ല. നമ്മള് കോഴി കുളത്തില് താഴെ വിടും. അതിലോട്ട് ഞാൻ ഈ തവളനെ കൂടെ ആഡ് ചെയ്യണം. കറക്റ്റ്. അങ്ങനെ ഈ കോഴിയും താറാവും മുതലെയുള്ള കുളത്തിലോട്ട് തവളയുടെ ഒരു വരവാണ് ഗൈസ്. തവള ഫാമിലി ആയിട്ടാണ് വരുന്നത്.
അതായത് അച്ഛൻ തവള, അമ്മ തവള, 2 മക്കൾ തവള. ബാക്കി ഓക്കെ, ഇവരൊക്കെ തളർത്താനായിട്ട് ആ മുതല ഇങ്ങനെ, അത് തളർത്താനല്ല കൊല്ലാനായിട്ട് ആ മുതല അവിടെ ഇങ്ങനെ കണ്ണിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഗൈസ്. അപ്പോഴാണ് ഇവിടെ 3, 2, 1 go. 3, 2, 1 അപ്പൊ ഈ എന്താണ് തവള കുഞ്ഞുങ്ങൾ തവള കുടുംബത്തിനെയും ഈ താറാവിനെയും ഈ കോഴീനെയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മുതല ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ വരിക. അപ്പൊ ഈ വരുന്ന മുതല ശ്രദ്ധിച്ചു, ഞാനിപ്പൊ ഇവരെങ്ങോട്ട് ചാടി പിടിച്ചാൽ ചിലപ്പോ ഒന്നിനും കിട്ടാണ്ടാവും, എല്ലാവരും കൂടെ ഓടിക്കാളും. അപ്പൊ ഞാനൊരു സൂത്രം പ്രയോഗിക്കാം. ആ സൂത്രം പ്രയോഗിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മുതലിരിക്കുന്ന സമയത്ത് മുതല പെട്ടെന്ന് ഉറങ്ങിപ്പോയി. മുതല ഉറങ്ങിപ്പോയ സമയത്ത് ഈ കോഴിയും താറാവും തവളയും കൂടി പ്ലാൻ ഇട്ടു, നമുക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് ഒന്ന് പുറത്ത് കിടക്കണം. എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കുന്നോ അത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കുന്നതാണ് നമ്മുടെ ബുദ്ധി. അതുകൊണ്ട് തന്നെ വിചാരിച്ച് ഈ മുതൽ ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള സമയം. അങ്ങനെ ഇവരെല്ലാരും കൂടെ ഇത് വലിയൊരു കുളമാണ്, ഇതിന്റെ സൈഡിലൊക്കെ വലിയൊരു പുഴയാണ്. ഇതിന്റെ സൈഡിലൊക്കെ ഒരുപാട് മുതലകളും ജീവികളൊക്കെ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് സൈഡിലോട്ട് കയറി പോകാൻ പറ്റില്ല. ഇവർക്ക് പുതിയ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടെ ഒരു കപ്പൽ ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇവരുടെ സൈഡിലും ഇവിടെയൊക്കെ മുതലായതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, നേരെ നടുവ് കൂടെ തന്നെ ഇങ്ങനെ ഒഴുകി പോകും. തവള ഫാമിലി ഉണ്ട്, താറാവ് ഫാമിലി ഉണ്ട്, കോഴിയുണ്ട്. അങ്ങനെ പോയി ഇതാവുന്ന സമയത്തുണ്ടാവും കയാക്കിങ്ങിന് കുറച്ച് കുട്ടികൾ ബോട്ട് എടുത്ത് വരുന്നു. ആ കയാക്കിങ്ങിന് ബോട്ട് എടുത്ത് വരുന്ന കുട്ടികളൊക്കെ അത്ഭുതകരമായ വിധത്തിൽ അവരുടെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി രക്ഷപ്പെട്ടിട്ട് ഇവര് നേരെ ചെന്നെത്തുന്നത് എവിടെയാന്നറിയോ? വെള്ളച്ചാട്ടത്തിന്റെ നേരെ നോക്കുമ്പോ അപ്പുറത്ത് വെള്ളച്ചാട്ട. ആ വെള്ളച്ചാട്ടം കണ്ട് നടുങ്ങി നിൽക്കുകയാണ് ഈ തവള ഫാമിലിയും കോഴിയും താറാവും. ഈ വെള്ളച്ചാട്ടം കണ്ട് നടുങ്ങി നിൽക്കുന്ന ഈ കോഴിയും താറാവും തവള ഫാമിലിയും കൂടി ആ ഒഴുക്കിൽപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് നൂണ്ടുപോയ ആ കയാക്കിങ്ങിന്റെ ആ കുഞ്ഞു കയാക്കിംഗ് ബോട്ടുകൾ ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ തിരിച്ചോടാൻ പോവാണ്. അപ്പൊ ഈ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം ഒഴുകുന്നത് ഈ ദിശയിലും അവര് തിരിച്ച് എതിർ ദിശയിൽ ഇങ്ങനെ നീന്തി വരാം. അങ്ങനെ കയാക്കിങ്ങിന്റെ ആ കുട്ടികളുടെ ഒരു കമ്പിന് പിടിച്ചിട്ട് ഇവരെല്ലാരും കൂടി കേറി ആ കയാക്കിങ്ങിന്റെ ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ അതിൽ കുറെ കുട്ടികൾ എല്ലാരും കൂടി അയ്യോ തവള താറാവ് കോഴി എന്നൊക്കെ പറഞ്ഞ് അലറാൻ തുടങ്ങി. അങ്ങനെ ഈ കയാക്കിങ്ങിന്റെ ബോട്ടിൽ കയറിയ കോഴിയുടെ കണ്ണ് അങ്ങനെ ഗൈസ് കോഴിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. കാരണം ആ ഒരു എന്താ പറയാ പുഴയുടെ ആ ഒരു ഓളത്തിൽ നീന്തി പോവാൻ കഴിയാതെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ കോഴിയും താറാവും തവളയും കയാക്കിങ്ങിന്റെ ബോട്ടിൽ ചാടി കയറിയത്. അങ്ങനെ അവർ കര കാണാൻ പോവുകയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ കയാക്കിന്റെ കുട്ടികൾ അബദ്ധവശാൽ കയറിയത് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ബോട്ടിലല്ലേ. അപ്പൊ ഇവര് നേരെ വളരെ ശക്തിയിൽ ഇങ്ങനെ ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് നേരെ പോകുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഗൈസ്. ഇവര് അപ്രതീക്ഷിതമായി ആ വെള്ളച്ചാട്ടത്തിലേക്ക് എല്ലാവരും കൂടെ വീഴുന്നു. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് കയാക്കിങ്ങിന് വന്ന കുട്ടികളും കോഴിയും താറാവും തവളക്കൂട്ടങ്ങളും ഒഴുകി വീണ് പെട്ടെന്ന് എല്ലാവരും അബോധാവസ്ഥയിലായി അവര് കണ്ണു തുറന്നു നോക്കുമ്പോ കാണുന്നത് അവരെല്ലാവരും മുതലയുടെ മേലെ കിടക്കുകയാണ്. മുതലയുടെ മേലെ അവർ കിടക്കുകയാണ്. അങ്ങനെ മുതലയുടെ മേലേക്ക് വീണ ഈ കോഴി കുഞ്ഞുങ്ങളെയും താറാവ് കുഞ്ഞുങ്ങളെയും തവള കുഞ്ഞുങ്ങളെയും എല്ലാം മുതല കഴിക്കും. ബാക്കി പറഞ്ഞു മുതല കഴിച്ചിട്ട് മുതലക്ക് ഭയങ്കര ഇഷ്ടാവും ഗൈസ്. ഈ താറാവിന്റെ ഇറച്ചിയാണ് മുതലക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ ആർത്തി മൂത്ത് പ്രാന്തായ മുതല വീണ്ടും പോകുന്നു താറാവുകളെ പിടിക്കാൻ വേണ്ടിയിട്ട്. മുതലെങ്ങനെ നീന്തി അതൊരു വലിയൊരു പുഴയായിരുന്നു. അവിടെ നിന്ന് നീന്തി പോകുമ്പം അവിടുത്തെ കരയില് കുറേ താറാവിന്റെ എന്താ പറയാ കൃഷി കണ്ട്, താറാ കൃഷി. അപ്പൊ ആ താറാ കൃഷിയുള്ള അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തുകയാണ് ഈ മുതല. അടുത്ത ട്വിസ്റ്റ് എടുത്തോ? കുറച്ച് ടൈം ആയില്ലേ? പുതിയ ക്യാരക്ടർ വരാനുള്ള സമയമായി ഗൈസ്. അങ്ങനെ നമ്മൾ താറാവ് കൃഷിന്റെ സ്ഥലത്തെത്തി. താറാവ് കൃഷിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഒരു കുറ്റിക്കാടിനോട് ചേർന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ആ കുറ്റിക്കാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞു ജീവികൾ തിങ്ങി പാർത്തിരുന്ന ഒരു കുറ്റിക്കാടാണ്. അപ്പൊ ഈ പുഴയും കുറ്റിക്കാടും ചേർന്നുള്ള ഒന്നിച്ചുള്ള ആ ഒരു സ്ഥലത്താണ് ഈ മുതല പതിയെ കിടന്നുറങ്ങിയിരുന്നത്.
പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ താറാവ് കൃഷി നടത്തുന്നത് കാട്ടിലെ രാജാവായ സിംഹമായിരുന്നു. ഈ ട്വിസ്റ്റ് പിന്നെയും കോഴി. അങ്ങനെ മുതല പമ്മി ഈ മുതലിങ്ങനെ താറാവ് കൂട്ടത്തിലോട്ട് നോക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ ആ സിംഹത്തിനെ കാണുന്നത്. പക്ഷെ സിംഹത്തിന്റെ വലം കൈയായി നിൽക്കുന്നത് ഒരു കോഴിയായിരുന്നു. എന്നാൽ നമ്മൾ വിചാരിക്കും ആ കോഴി ഒരു സാധാരണ കോഴിയാണെന്ന്. പക്ഷെ അല്ല ഗൈസ്, നമ്മൾ നേരത്തെ മരിച്ചു എന്ന് വിചാരിച്ച ആ കോഴിയാണ് ഇപ്പോൾ ആ കുറ്റിക്കാട്ടിൽ വന്ന് നിൽക്കുന്ന ആ ഭീകരനായ കോഴി. സിംഹത്തിന്റെ വലം കൈയായി നിൽക്കുന്നത് ആ കോഴിയാണ് ഗൈസ്. ഈ മുതലിനെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ബുദ്ധിക്കാരനായ ഈ മുതലയെ തളയ്ക്കാനായിട്ടാണ് ഈ കോഴി ഈ സിംഹത്തിന് ബലം കൈയായി മാറിയിരിക്കുന്നത്. ഈ കോഴിക്ക് ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നു ഗൈസ്. കാരണം ഈ കോഴിക്ക് കോഴിയുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല ഗൈസ്, അതൊരു ടൈം മെഷീൻ ആയിരുന്നു. ആ ടൈം മെഷീൻ ഉപയോഗിച്ചാണ് ഈ കോഴി വീണ്ടും രാജാവിന്റെ വലം കൈയായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. ഈ സത്യം മറ്റാർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ രാജാവിന്റെ വലങ്കയായി ആ ഏരിയയിലെ മൊത്തം കാര്യങ്ങൾ ഈ മുതലയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴി ഈ സിംഹത്തിന്റെ അടിയാളനായി വന്നു നിന്നത്. സിംഹം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കോഴി കേൾക്കും. ആ കോഴി കേട്ട് 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 ഇപ്പോൾ കോഴിക്ക് പകുതി മാത്രമേ ചെവി കേൾക്കുന്നുള്ളൂ എന്ന അവസ്ഥയിലാണ് കോഴി. അങ്ങനെ പകുതി ചെവി കേൾക്കുന്ന കോഴി ഒരു ഡോക്ടറെ കാണാൻ പോകും. ഞാൻ പറയാം. അങ്ങനെ പകുതി ചെവി കേൾക്കുന്ന കോഴി, എനിക്ക് ഉറക്കം വന്നിട്ടോ, പകുതി ചെവി കേൾക്കുന്ന കോഴി ചെവിയുടെ കേൾവി ശക്തി കൂട്ടാൻ വേണ്ടിട്ട് ഒരു പന്നി ഡോക്ടറെ അടുത്ത് പോകും. പന്നി ഡോക്ടറെ അടുത്ത് പോയപ്പോ പന്നി ഡോക്ടർക്കാണെങ്കിൽ അത്രയും ചെവി കേൾക്കുന്നില്ല ഗൈസ്. അയാൾക്കാണെങ്കിൽ അയാൾ പല ഡോക്ടറെ കാണിച്ചിട്ട് അയാളുടെ ചെവി റെഡിയായില്ല. അതുകൊണ്ട് തന്നെ പന്നീന്റെ അടുത്ത് കോഴി പോയപ്പോ പന്നീന്റെ അടുത്ത് കോഴി പോയപ്പോ ഈ പന്നി ഡോക്ടർക്ക് ചെവി കേൾക്കാത്തത് കൊണ്ട് തന്നെ കണ്ണിലുറ്റിക്കാനുള്ള മരുന്നായിരുന്നു ഈ കോഴിക്ക് പന്നി ഡോക്ടർ കൊടുത്തത്. അടുത്ത് അപ്പൊ ഈ കണ്ണിലൊട്ടിക്കാനുള്ള മരുന്ന് കൊണ്ടിട്ട് ഈ കോഴി നേരെ പോവാണ്. കോഴിക്കും പകുതി ചെവി കേൾക്കൂലോ. പക്ഷെ ഈ കൊണ്ടുപോകുന്ന മരുന്നിൽ ഈ കോഴിക്ക് എന്തോ ഡൗട്ട് തോന്നിയിരുന്നു. അപ്പൊ എന്താക്കി, കോഴി ഈ മരുന്ന് വഴിയെ വരുന്ന ഒരു മുള്ളംപന്നിക്ക് കൊടുത്തു. ഇത് മുള്ളംപന്നീന്റെ കണ്ണിൽ ഒറ്റിച്ചോന്ന് പറഞ്ഞു. ആ മുള്ളംപന്നി അവിടെ തന്നെ അത് കണ്ണിൽ ഒറ്റിച്ചു നോക്കി. പക്ഷെ അപ്പം ആ മുള്ളംപന്നി ഭയങ്കരമായിട്ട് ഞെട്ടി തരിച്ചു ഗൈസ്. എന്തുകൊണ്ട്? കാര്യം മുള്ളംപന്നിന്റെ കാഴ്ച പോയ ഗൈസ്. കണ്ണ് കാണുന്ന ഒരു പന്നിയായിരുന്നു, പക്ഷെ ആ പന്നീന്റെ കാഴ്ച പോയി. ആ സമയത്ത് കോഴി വിചാരിച്ചു മുതലയിൽ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ മുതലേന്റെ കാഴ്ച പോവും. മുതലേന്റെ കാഴ്ച പോയി കഴിഞ്ഞാൽ ഇവരെല്ലാരും സേഫ് ആയില്ലേ. അപ്പൊ മുതലയ്ക്ക് ഇത് പ്രയോഗിക്കാന്ന് വിചാരിച്ചിട്ട് ആ മരുന്നും കൊണ്ട് മെല്ലെ 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 കോഴി ഒരു ചെവി കേൾക്കാതെ അങ്ങനെ നടന്ന് സിംഹത്തിനടുത്തേക്ക് നീങ്ങി. ഇനി ഒരു ടെസ്റ്റ് ആവാം ഗൈസ്. പുതിയ ആളെ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആരാ? കുട്ടപ്പൻ. അങ്ങനെ സിംഹത്തിനടുത്തേക്ക് നടന്നു പോകുന്ന കോഴി വഴിയിൽ വെച്ച് കുട്ടപ്പൻ കുരങ്ങനെ കാണും. കുട്ടപ്പൻ കുരങ്ങനെ അടുത്തുനിന്ന് മുതലയെ തളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് കോഴി ചോദിച്ചു വാങ്ങും. എന്തൊക്കെയാണ് ടിപ്സ്? ഓക്കെ, അങ്ങനെ പോകുന്ന വഴി കുട്ടപ്പൻ കുരങ്ങനെ കണ്ട കോഴി ചോദിച്ചത് ഉത്തരം തരാനായിട്ട് കുട്ടപ്പൻ ഞാൻ ആ ചെറിയുടെ ആവേശത്തിൽ ഈ പറഞ്ഞ കുട്ടപ്പൻ കുരങ്ങനാണ് ഗൈസ് നമ്മുടെ കഥയിലെ വില്ലനായിട്ട് വരുന്നത്. ഈ കുട്ടപ്പന് കോഴിയോട് അഗാധമായ പ്രണയമാണ് ഗൈസ്. അപ്പൊ ആ കുരങ്ങന് കോഴീനോടുള്ള അഗാധമായ പ്രണയം കാരണം ഈ കുരങ്ങൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോഴീനെ എങ്ങനെങ്കിലും സഹായിക്കണം. ആ മുതലിനെ എങ്ങനെങ്കിലും കൊന്നാലേ ഉള്ളൂ ഈ കോഴീന്റെ പ്രണയം പിടിച്ചു പറ്റാൻ പറ്റും. വില്ലനല്ലേ ആടി ഞങ്ങളോട് പറഞ്ഞത്?
ഇങ്ങനെയൊക്കെ നമ്മള് എന്താ പറയാ കുട്ടപ്പൻ കുരങ്ങൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് കുട്ടപ്പൻ കുരങ്ങൻ എത്രയായാലും നല്ലപോലെ നടക്കണം, നല്ല രീതിയിൽ നടക്കണം എന്ന് വിചാരമുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആ ഫ്രണ്ടിനെ ഇവള് പറഞ്ഞതുപോലെ എന്താ കോഴീനോട് കടുത്ത പ്രണയമാണെന്ന് ആ ഫ്രണ്ടിനെ വെറുതെ പറഞ്ഞു പറ്റിച്ചതായിരുന്നു ഗൈസ്. ശരിക്കും നമ്മുടെ കുരങ്ങൻ ഈ കോഴീനെയും തട്ടി ആ സിംഹത്തിനെയും തട്ടിയിട്ട് ആ ഫാം നേടിയെടുക്കാനുള്ള ഒരു തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തന്ത്രം മെലിഞ്ഞ് മെലിഞ്ഞ് ഞാൻ കൊടുക്കും എനിക്കാണ് കുറെ അങ്ങനെ തന്ത്രം മെലിഞ്ഞ് 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 അവസാനം തന്ത്രം തുറന്നു പോയി. Turn the story into horror. Okay. അങ്ങനെ തന്ത്രം മെനഞ്ഞ് 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 ലാസ്റ്റ് ആ സിംഹത്തിനെ കീഴ്പ്പെടുത്താനാണ് കുട്ടപ്പൻ കുരക്ക് ശ്രമിച്ചത്. അങ്ങനെ കുട്ടപ്പൻ കുരക്ക് സിംഹത്തിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് സിംഹം ഒരു ആത്മാവ് മാത്രമാണെന്നുള്ള സത്യം കുട്ടപ്പൻ കുരങ്ങ് അറിഞ്ഞത്. പക്ഷെ ഈ ആത്മാവായ സിംഹത്തിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ബാക്ക് സ്റ്റോറിയിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പിന്നോട്ട് പോണം. അവിടെ ഒരു സിംഹവും ഒരു സിംഹിണിയും ഉണ്ടായിരുന്നു. അവരഗാധമായ പ്രണയത്തിലായിരുന്നു. ഒരിക്കൽ പ്രേമിച്ച് ഒരു മൗണ്ടൈൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് മൗണ്ടൈന്റെ മുകളിൽ കയറിയ സമയത്ത് അവിടെ ചന്ദ്രനെ കണ്ടു. ഈ സിംഹിണി പറഞ്ഞു, എനിക്ക് ചന്ദ്രനെ പിടിച്ചു തരുമോ ചേട്ടാ? സിംഹം പറഞ്ഞു, അതിന് നമ്മളെ നേരെ എടുത്ത് ചാടിയതും മറ്റൊരു നാട്ടിലെത്തി ഗൈസ്. താഴെ വേറൊരു നാടായിരുന്നു, അവിടേക്ക് എത്തി. ആ നാട് എന്ന് വിചാരിച്ചത് ശരിക്കും പരലോകമായിരുന്നു. മരിച്ചിട്ട് പരലോകത്തെത്തിയതായിരുന്നു സിംഹിണി. അങ്ങനെ സിംഹം അങ്ങനെ പരലോകത്തെത്തിയതായിരുന്നു സിംഹം. അങ്ങനെയാണ് ഈ സിംഹം ആത്മാവായി മാറിയത്. ആത്മാവായി മാറി ഈ സിംഹത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. കാര്യം പരലോകത്തുള്ള മറ്റു സിംഹങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ ഈ സിംഹത്തിന് സാധിക്കാതെ വന്നു. കാര്യം ആ സിംഹങ്ങളൊക്കെ ഈ സിംഹത്തിനോട് ചോദിച്ചു, നീ ഒരു സിംഹിണിക്ക് വേണ്ടിയല്ലേ ഈ ഒരു ഇത്രയും കഠിനമായ സിംഹിണിക്ക് വേണ്ടിയല്ലേ ഇത്രയും കഠിനമായ ഒരു പ്രവൃത്തി ചെയ്തത്? ഞാൻ അത്രയും വലിയൊരു പാമ്പിനോട് മത്സരം നടത്തിയിട്ടാണ് ഞാൻ ഇവിടെ മരിച്ചത്. ആ സിംഹം മരിച്ചത് വലിയൊരു പുലിയുമായി യുദ്ധം നടത്തിയിട്ടാണ്. നീ മരിച്ചതോ ചന്ദ്രനെ പിടിക്കാൻ പോയി. നിനക്ക് അത്ര പോലും വയ്യായിരുന്നു എന്ന് സിംഹത്തോട് എല്ലാ സിംഹങ്ങളും ചോദിച്ചുകൊണ്ടേയിരുന്നു. ബാക്കി ഈ ചോദ്യം കേട്ട് സൈ കേട്ടിട്ടാണ് ഈ സിംഹം നാട്ടിലോട്ട് വരുന്നത്. അങ്ങനെ നാട്ടിലോട്ട് വരുന്ന ഈ സിംഹത്തിന്റെ എങ്ങനെയെങ്കിലും ഒരു താറാപ്പാമ്പ് നടത്തി ജീവിക്കണം. പക്ഷെ അപ്പോഴും മനസ്സിൽ ഒടുങ്ങാത്തൊരു പകയുണ്ട്. കിട്ടില്ല എന്നറിഞ്ഞിട്ടും ആ ചന്ദ്രനെ വേണമെന്ന് പറഞ്ഞു സിംഹിണിയെ വേട്ടയാടി കൊല്ലുക എന്നുള്ളതാണ് ഈ സിംഹത്തിന്റെ ലക്ഷ്യം. അതായത് ഈ പ്രണയത്തോട് തന്നെ വെറുപ്പ് തോന്നിയിരിക്കുകയാണ് ഈ സിംഹത്തിന്. ഈ സിംഹം പരലോകത്തെത്തിയതാണ് സിംഹിണി നേരെ തിരിഞ്ഞു പോയി അവൻ പോവാണെ പോട്ടെ എന്ന് പറഞ്ഞ് വേറെ സിംഹത്തിനെ കല്യാണം കഴിച്ച കുട്ടികളായി സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരിക്കുകയാണ്. ലൂപ്പ് പോലെ പോയി. മേക്ക് എ റൊമാൻറ്റിക് സീൻ നൗ. അങ്ങനെ പുതിയൊരു സിംഹവുമായി ജീവിതം തുടങ്ങിയ ഈ സിംഹിണി അവരുടെ ജീവിതം വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊരു ദിവസം ഒരു തടാകത്തിന് കരയിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. ഈ പോയിരിക്കുന്ന തടാകം ഏതാന്നുള്ളത് നമുക്ക് മനസ്സിലായോ? നേരത്തെ നമ്മളെ താറാഫാമില്ലായിരുന്നോ ആ പുഴക്കരയില്ലേ? ആ പുഴക്കരയിലായിരുന്നു ഇവര് പോയിരുന്നത്. അപ്പൊ എന്തായി? സിംഹത്തിന്, നമ്മുടെ പഴയ സിംഹത്തിന്റെ ആത്മാവ് അവിടെ ഉണ്ട്, നമ്മുടെ ധീരനായ കോഴി അവിടെ ഉണ്ട്, വില്ലനായ കുറുക്കൻ അവിടെ ഉണ്ട്. ഈ പറയുന്ന സിംഹിണിന്റെ മറ്റേ കാമുകനും അവരവിടെ റൊമാൻറ്റിക് ആയിട്ട് പോയിരിക്കുകയാണ്. ബാക്കി പറഞ്ഞോ. ഈ സിംഹിണിയും കാമുകനും കൂടി വളരെ റൊമാൻറ്റിക് ആയി മക്കളൊക്കെ ആയിട്ട് ഒത്തിങ്ങനെ ഇരിക്കുന്ന ആ ഒരു വേളയിൽ പെട്ടെന്ന് സിംഹിണി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴതാ ദൂരെ നിന്ന് നമ്മുടെ സിംഹത്തിന്റെ ആത്മാവ്
സിംഹിക്ക് മാത്രം കാണാൻ തക്കത്തിന് അങ്ങനെ വന്നു നിന്നു. ഓഹോ ആ വന്ന് നിൽക്കുന്നത് കാണുകയാണ് നമ്മുടെ ഈ കുട്ടപ്പൻ കുരങ്ങൻ. ആ കുട്ടപ്പൻ കുരങ്ങന് നിങ്ങൾ എല്ലാവരും മറന്നു. പക്ഷെ അദ്ദേഹമായിരുന്നു നമ്മുടെ കഥയിലെ വില്ലൻ. ഈ ആത്മാവിനെ ഇങ്ങനെ കണ്ടു നോക്കി നിൽക്കുമ്പോ സിംഹിന് ഞെട്ടാണ്. ഇതെങ്ങനെ ഇദ്ദേഹല്ലേ എനിക്ക് ചന്ദ്രനെ കുറച്ചു തരാൻ വന്നിട്ട് താഴെ വീട് മരിച്ചു പോയത്, പിന്നെ എങ്ങനെ ഇദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നു എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തുണ്ടായി? എന്തെങ്കിലും ഉണ്ടാവണം. ഒരു ട്വിസ്റ്റ് എടുത്തോ. ഈ ട്വിസ്റ്റ് തീർന്നവരെ നമ്മളെ കഥ ഉള്ളു. അങ്ങനെ ഈ സിംഹിണിയെ നോക്കി നിൽക്കുന്ന സിംഹത്തിന് ഉള്ളിലുള്ള റിവഞ്ച് എല്ലാം പോയിട്ട് പിന്നെയും പ്രണയം പോയി. അങ്ങനെ ഈ സിംഹം ആ സിംഹിണിയുടെ അടുത്തേക്ക് നടക്കണം. നടന്ന് സിംഹിണിയുടെ അടുത്ത് എത്തി ചോദിക്കും, ഇഷ്ടമാണോ ഇപ്പോഴും? ഇത് കേട്ട സിംഹിനിക്ക് ആകെ കലി കയറുന്നു. കാരണം ഇപ്പൊ ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ആ സിംഹിനി വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ടതും സിംഹിനി കാലുകൊണ്ട് ഒരൊറ്റ ചവിട്ടാൻ നോക്കും. പക്ഷെ കുടുങ്ങുമോ? ഇല്ല. കാരണം ആത്മാവല്ലേ. ഇത് കണ്ടതും സിംഹിനി പേടിക്കും. അപ്പൊ സിംഹിനി പേടിച്ചിട്ട് എന്തോ സിംഹിനി പേടിച്ചിട്ട് പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ച പോലെ ഓടി നേരെ താറാഫാമിലേക്ക് കേറുന്നു. അങ്ങനെ കേറിയപ്പോ പിന്നെയും മനസ്സിലായ ആ സിംഹത്തിന് എന്റെ പ്രണയം അന്ന് പൊട്ടിയ പോലെ വീണ്ടും പൊട്ടിയിരിക്കുകയാണ്. ഞാൻ ആത്മാവായി വന്ന് ചോദിച്ചിട്ട് പോലും അവർക്ക് എന്നോട് ആത്മാർത്ഥമായ ഒരു സ്നേഹമില്ല എന്നറിഞ്ഞ സിംഹം പൊട്ടി 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 കരയാൻ തുടങ്ങി. അത് കണ്ട് കുട്ടപ്പൻ കുരങ്ങ്, കോഴി, താറാവ്, തവള എല്ലാരും കൂടെ ഒന്നിച്ചവിടെ ഒരു കണ്ണീർ പുഴ തന്നെ ഒഴുക്കി. അങ്ങനെയാണ് ഗൈസ് അവിടെ പുതിയൊരു പുഴ മറ്റൊരു സൈഡിൽ ഉണ്ടായി വന്നു. ഇവർ കണ്ണീരൊഴുക്കിയിട്ട് ഉണ്ടായി വന്നൊരു പുഴ ഈ പുഴയിൽ നിന്നും പാരലായി മറ്റൊരു സ്ഥലത്ത് കണ്ണീർ പുഴ. ഇത് ആക്ച്വലി സ്റ്റക്കാണ്. നമുക്ക് ഇനി ട്വിസ്റ്റ് എടുക്കണം. ഓക്കെ, അങ്ങനെ അവിടെ ഒരു കണ്ണീർ പുഴ രൂപപ്പെടും ഗൈസ്. ഈ കണ്ണീർ പുഴ ഒഴുകി പോകുന്നത് ഒരു രാക്ഷസ കോട്ടയിലേക്കായിരുന്നു. ബാക്കി പറഞ്ഞു. രാക്ഷസ കോട്ടയിലേക്ക് ഒഴുകി ചെന്നപ്പോ രാക്ഷസനെല്ലാം കൂടെ ഭ്രാന്തായി. കാരണം ഈ പുഴ ഇതുവരെ ഇല്ലാത്ത പുഴ അങ്ങോട്ടേക്ക് ഒഴുകി ചെല്ലല്ലേ. രാക്ഷസര് വീട് തകർന്ന്, പാത്രം തകർന്ന്, ചോര പോയി. അതായത് രാക്ഷസ കളക്ട് ചെയ്ത് വെച്ച് ചോര പോയി, ഇറച്ചി പോയി, എല്ലാം പോയി. അടുത്ത് എല്ലാം പോയിട്ട് ഭ്രാന്തായിട്ട് പറഞ്ഞിട്ട് രാക്ഷസ ഇങ്ങനെ കാട് മൊത്തം കുരുക്കി ഇങ്ങനെ നടന്ന് വരികയാണ്. അപ്പോഴാണ് ഇവരെല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് അവിടെ ഇരുന്ന് കരയുന്നത് കാണുന്നത്. ആ കണ്ണീരാണല്ലോ ഈ പുഴയായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത്. രാക്ഷസൻ നേരെ ദേഷ്യത്തോടെ പോയി പറഞ്ഞു, മിണ്ടാതിരിക്കണോ എല്ലാരും കൂടി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അപ്പുറത്തുനിന്ന് ഒരു രാക്ഷസി ഇങ്ങനെ വന്ന് നോക്കുന്നത് കാണുന്നത്. ആ രാക്ഷസീനെ ആദ്യമായിട്ടാണ് ആ രാക്ഷസൻ കാണുന്നത്. ഞാൻ മാത്രം വാണിരുന്ന ഈ കാട്ടിൽ ഒരു രാക്ഷസി ഉണ്ടെന്നുള്ള വിവരം രാക്ഷസൻ ആദ്യമായിട്ട് അറിയുകയാണ്. ആ രാക്ഷസി അതിസുന്ദരിയായിരുന്നു. ആ രാക്ഷസിയോട് പൊടുന്നനെ തന്നെ രാക്ഷസന് അതിയായ പ്രണയം തോന്നും. അങ്ങനെ രാക്ഷസന്റെ വീടും കൂടും ഒക്കെ കണ്ണീരിൽ മുങ്ങിപ്പോയത് മറന്നുകൊണ്ട് ആ രാക്ഷസിയുടെ പിന്നാലെ പാട്ടും പാടി രാക്ഷസൻ നടക്കും. അങ്ങനെ പാട്ടും പാടി രാക്ഷസന്റെ പിന്നാലെ അങ്ങനെ നടന്നു പോവാണ്. അത് കണ്ടിട്ട് ഈ കരയുന്ന ആൾക്കാരെല്ലാരും കരച്ചിൽ നിർത്തി. കാരണം ഇവരെ വിചാരിച്ചത് ഈ രാക്ഷസ ഇവരെല്ലാരും പിടിച്ച് തിന്നാണ്. അതിന് പകരം രാക്ഷസനതാ രാക്ഷസീന്റെ പിന്നാലെ പോകുന്നത്. അപ്പൊ ഇവർക്കൊക്കെ കുറച്ച് സമാധാനമാവും. ഇവരെല്ലാരും സമാധാനമായിട്ട് ശ്വാസം വിട്ടിരിക്കുകയാണ്. ബാക്കി പറഞ്ഞു. അപ്പോഴും രാക്ഷസൻ ഈ പാട്ട് തുടർന്നോണ്ടേയിരുന്നു. ആ സമയത്താണ് രാക്ഷസി പാടുന്നത്.
അങ്ങനെ പാടി പാടി രാക്ഷസി ഇങ്ങനെ രാക്ഷസനെ നോക്കുമ്പോണ്ട് രാക്ഷസന്റെ മുഖത്ത് എന്തോ ഒരു സാധനം തറച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. എന്താ അത്? എന്താ അത്? എന്താ അത്? പ്രണയത്തിന്റെ മുള്ളുകൾ. പൊടുന്നനെയാണ് ഗൈസ് ആ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. എടുക്കട്ടെ ഞാൻ. ടേൺ ദ സ്റ്റോറി ഇൻടു ഹൊറർ. അടിപൊളി. ഒരു ഡ്രീമി പ്രൊപ്പോസൽ കേട്ട ആ രാക്ഷസി പറയാണ്, യെസ് ഞാൻ നിന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും വളരെ റൊമാൻറ്റിക് ആയി കൈ പിടിച്ച് നേരെ ഒരു കോട്ടയിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. ആ കോട്ട ഒരുപാട് ആത്മാക്കളൊക്കെ നിറഞ്ഞ, ഒരുപാട് മൃഗങ്ങളുടെയും മനുഷ്യന്മാരുടെയും എല്ലാവരുടെയും ആത്മാക്കളൊക്കെ നിറഞ്ഞ ഒരു ആത്മാവിന്റെ കോട്ടയായിരുന്നു ഗൈസ്. അവിടേക്കാണ് ആത്മാക്കോട്ട. അവിടേക്കാണ് ഇവര് രണ്ടുപേരും കൂടെ കയ്യും പിടിച്ച് കയറി ചെന്നത്. ഹണിമൂണൊന്നായില്ല, അവിടെ എത്തിയിട്ടുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ നേരെ കയറി ചെന്നത് അവിടേക്കായിരുന്നു. അവിടേക്ക് ഇവര് കയറി ചെന്നതും ആ കോട്ടയുടെ വാതിൽ പറഞ്ഞങ്ങോട്ട് അടഞ്ഞു. ആ കോട്ടയ്ക്കുള്ളിൽ ഈ രണ്ട് പ്രണയിനികൾ അവിടെ അകപ്പെടുകയാണ്. അകപ്പെട്ട ശേഷം അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആദ്യം തന്നെ വിചാരിച്ചു, ഞാനൊരു രാക്ഷസനും നീ ഒരു രാക്ഷസിയുമല്ലേ, നമ്മളിങ്ങനെ പേടിക്കാമോ? അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു മൂർഖൻ പാമ്പ് ചുറ്റിപ്പഴഞ്ഞ് ഒരു മരത്തിന് മുകളിൽ നിൽക്കുന്നത് കണ്ടത്. ആ മൂർഖൻ പാമ്പ് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ കടന്നു വന്നത്. നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നതോ ചെയ്തു, മറ്റുള്ളവരെയോ ആത്മാവിനെയോ കൊതിപ്പിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ചെയ്തത് തെറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നില്ല രാജാവ്. അങ്ങനെ ആ കോട്ടയിലുള്ള രാജാവായ ഏറ്റവും വലിയ പ്രേതം പുറത്തേക്ക് വരും. എന്നിട്ട് ഈ രാക്ഷസിയും വിചാരണ ചെയ്യും. ആ രാജാവ് എന്ന് പറയുന്നത് ഗൈസ് ആരാ നിങ്ങൾക്ക് അറിയോ? നമ്മുടെ ആദ്യത്തെ ആത്മാവായ സിംഹ ഇല്ലേ, അതായിരുന്നു അവിടുത്തെ രാജാവ്. ആ രാജാവിന് ഇനി പ്രണയിക്കുന്നവർ തമ്മിൽ പിരിയാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ എല്ലാ ആത്മാവിനെയും പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ട് ഈ രാക്ഷസിനെ പുറത്ത് വിടുകയാണ് സുഹൃത്തുക്കളെ, പുറത്ത് വിടുകയാണ്. അടുത്തത് അങ്ങനെ പുറത്തു വിട്ട ഈ രാക്ഷസനും രാക്ഷസിയും കൂടി നേരെ പോവുകയാണ്. രാക്ഷസി പറയും, നിങ്ങൾക്ക് താമസിക്കാൻ വീടൊക്കെ ഉണ്ടോ ചോദിക്കും. അപ്പൊ രാക്ഷസ പറയൂ, എനിക്ക് വീടല്ല, എനിക്ക് വലിയൊരു കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് കരഞ്ഞിട്ട് ഈ പുഴ വഴി അതെല്ലാം കൂടെ വെള്ളം കയറിയിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം, അവിടെ ചിലപ്പോൾ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലോണം റിപ്പയർ ഒക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങോട്ട് താമസിക്കാന്ന് പറയും. ബാക്കി അങ്ങനെ പുഴ നോക്കാൻ വേണ്ടി പോയ സമയത്ത് അപ്പോഴും ഈ രാക്ഷസൻ വരുമോ എന്നുള്ള പേടിയിൽ ഈ തവളയും താറാവും കുട്ടപ്പൻ കുരങ്ങനും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രാക്ഷസീനെ ഒന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇവരെല്ലാരും ജസ്റ്റ് ടീമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഒരു കുടുംബമായി ജീവിക്കാൻ പോവാണ്, തിരികെ വേണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതൊന്ന് സെറ്റപ്പ് ആക്കി തരണം. കരഞ്ഞോ, പക്ഷെ അത് വേറെ വഴിക്ക് തിരിച്ചു വിടാൻ രീതിയിൽ എങ്ങനെയെങ്കിലും കരയാ. മാത്രമല്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തറവും അങ്ങനെ കുറച്ച് ചളി അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ കൊട്ടാരം റിപ്പയർ ചെയ്തത് വലിയ ഉപകാരമായിരിക്കും. ഞാൻ കുറച്ച് സീനായി നിൽക്കുന്നതാണ് ഓളെ മുന്നിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ന് വെറുതെ അങ്ങനെ ഒന്നും ഇതാക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ വളരെ കെഞ്ചിക്കേണ് അപേക്ഷിക്കും. അങ്ങനെ ശിഷ്ടകാലം രാക്ഷസനും രാക്ഷസിയും രാക്ഷസ കുട്ടികളുമായി സുഖമായി ആ കൊട്ടാരത്തിൽ ജീവിക്കും. സിംഹവും കൊരങ്ങനും കോഴിയും എന്തൊക്കെ എല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു കഥ ഗൈസ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ലൂപ്പായി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു ഐഡിയ ഇല്ല. കുറുക്കൻ തുടങ്ങിയത്. ആ കുറുക്കൻ പിന്നെ കോഴിയിട്ട് ടേൺ ചെയ്യാൻ പറഞ്ഞു. ആ കോഴിയാണ് ഇതിലെ ഹീറോ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ വലിയ റോളൊന്നും ഇല്ല. അവസാനം രാക്ഷസനും രാക്ഷസിയും കൊണ്ടുപോയി സീന് മൊത്തം ഒരു കൊണ്ടുപോയി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കഥ. ശ്രീ അതിന്റെ ഇടയിൽ കൂടെ ടൈം മെഷീൻ അവിടെ മുതലാണ് ട്വിസ്റ്റ് തുടങ്ങിയത്. അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇന്നത്തെ ഏറ്റവും കൂടുതൽ
സ്പ്രേ മുഖത്തിട്ടത് കാക്കാണ് അത് ഉറക്കം തൂങ്ങി അങ്ങനെ അത് രസല്ലേ അതുകൊണ്ടല്ലേ കകത്രി മുഖത്ത് വെള്ളം അങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റിയത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് ഭയങ്കര ഞാൻ ചത്ത് ചിരിച്ചിട്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ട twist ഏതാന്നുള്ളത് ഇപ്പൊ പറയാം. ഒന്ന് പറയണോ? ഞങ്ങള് കുറെ ഇത് ചിരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒന്നും ഓർമ്മയില്ല ഏതൊക്കെയാ പറഞ്ഞെന്നുള്ളത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി. This is Shamya. Signing off.